അയ്യോ തമിഴ് എനിക്ക് തമിഴ് അറിയത്തില്ല. മാത്യു എന്റെ പൊന്നാൽവി, മലയാളം അല്ലാതെ വേറൊന്നും എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. നിനക്കറിയാവുന്നവരോട് ചോദിക്കണേ. നീ വേണ്ട ഇവളോട് ചോദിക്കും. I don't know, sir. ഇത് പിന്നെ വാ തുറന്നാൽ ഇംഗ്ലീഷ് മാത്രം. എടാ കൊച്ചു നോക്കുന്നു, നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടത്. അത് നോക്കുന്നെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നീ അങ്ങോട്ടൊന്നും നോക്കിട്ട്. എന്റെ ഭർത്താവേ, ഇങ്ങനെ എന്തിനാ എന്നെ നോക്കുന്നേ? അവനോട് എന്തെങ്കിലും ചോദിക്കാം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. അതെ, ഇങ്ങോട്ടൊക്കെ നോക്കാവോ? എന്നെണ്ടി ചപ്പണ്ടി, ഇവിടെ ഉള്ളവരെല്ലാവരും എങ്ക പോയിണ്ടി. ഇത് നേരിട്ടാണോ ഇവരൊന്ന് ചോദിക്കാൻ പറയാൻ തോന്നിയത്? ചേച്ചി, പാൽ കൊണ്ട് സിറുദേവ് ഇരുകാൽ കൊണ്ട് നടമാടും നീതാ എന്നതിശയമേ. உலகில் ஏழல்ல அதிசயங்கள் வாய் பேசும் பூவேனி எட்டாவது அதிசயமே. வான் மிதக்கும் முன் கண்கள், தேன் பறிக்கும் கண்ணங்கள், பால் குடிக்கும் மதரங்கள் அதிசயமே. അക്ക, ഇവരൊക്കെ ആരാ? തെരിയില്ല കുഞ്ചു, നീ കൊഞ്ചും കേള്. നിങ്ങളൊക്കെ ആരാ? മഹാദേവന്റെ വീട്ടിൽ തന്നെയല്ലേ? എങ്ക അപ്പതാ കല്ലു. മഹാദേവൻ, താൻ അവിടെ ഇരിക്കടോ. സാർ, എനിക്ക് ക്യാഷ് കറക്റ്റ് സമയത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് ടൈമും കൂടെ തരണം. ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്ത് തരാം. ഇതിപ്പോ എത്ര തവണയാ മഹാദേവൻ ഞാൻ അവധി തരുന്നേ? സാർ, കൊഞ്ചം ടൈം കൊടുങ്ക, അപ്പ കണ്ടിപ്പാ തിരുപ്പി തരുവാ. സാർ, എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടെ ഉറപ്പായിട്ടും കാശ് തന്നു തീർക്കാൻ. ബേബി, പറയുന്ന ഞാൻ എങ്ങനെ വിശ്വസിക്കും മഹാദേവൻ? അയാളെ കൊണ്ടുപോകും. അയാളെ കൊല്ലാനായിരുന്നെങ്കിൽ അവൻ ഇത്രയും നേരം സംസാരിക്കാൻ നിൽക്കില്ലായിരുന്നു. கொஞ்சம் நம்புங்க. இல்ல இல்ல வேண்டாம், நீங்க சொல்லுங்க, நாங்க அப்படியே கேட்கிறோம். ഞാൻ എന്ത് പറയാനോ നീ കേൾക്കോ? நீங்க என்ன சொன்னாலும் நான் செய்யறேன். ഓക്കെ, നിന്റെ അപ്പം കാശ് തിരിച്ചു തരുന്നവരെ നീ എന്റെ കൂടെ എന്റെ വീട്ടിൽ. சரி, நான் உங்க கூட வரேன். என் அப்பாவை எதுவும் பண்ணிடாத. കല്ലു, നീ എന്തൊക്കെയാ പറയുന്നത്? ചേച്ചി വേണ്ട, ചേച്ചി ഇങ്ങനൊന്നും ചെയ്യാതെ. ഇവനെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ஐயோ, நீ என்ன செஞ்சு வச்சிருக்கன்னு உனக்கு புரியல தெரியுமா? ஆனா எனக்கு என் அப்பா தான் முக்கியம். என்கிட்ட வேற வழி இல்லை. എന്റെ കർത്താവേ, ഇങ്ങർക്കും ഭ്രാന്ത, ആ കൊച്ചിനും ഭ്രാന്ത. സാർ, ഞാൻ വരാം. ഞാനെന്റെ ക്യാഷ് തരാനാണോ? എന്റെ മോളെ വിട്ടേക്കാം. തന്നെ ഞാൻ കൊണ്ടുപോയ എന്റെ കാശാര് തരും? என் பொண்ணை விட்டுடுங்க.
കൊച്ചിനെ ഉണ്ടെങ്കിൽ തന്റെ പേരെന്താ? കൺമണി. എന്റെ പേര് ആൽബി, ഇവരുടെ പേര് മാത്യു, അത് ക്രിസ്റ്റീന. കൊച്ചിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സുഖം. അവൻ കൊച്ചിനോട് ഇവിടെ വന്ന് അവന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോ കൊച്ചെന്തിനാ സമ്മതിച്ചേ? അവരെ അപ്പാവ് ഏതാവത് ചെയ്തോന്ന് பயந்துட்டாണ്. എന്റെ കൊച്ചി, അതിന് നീ എന്തിനാ നിന്റെ ലൈഫ് വെച്ച് കളിക്കുന്നേ? எனக்கு அவர் 3 பேரும் மட்டும்தான் அண்ணா இருக்கா. அவருக்காக நான் என்ன வேணும் செய்வேன். കൺമണി, തനിക്ക് പേടി തോന്നുന്നില്ലേ ഒരു പരിചയമില്ലാതെ ബോസിനോട് ഇവിടെ നിൽക്കാൻ? ക്രിസ്റ്റീന, നീ ഇവിടെ നിൽക്ക്. മാത്യു, ബാ, നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഡേവിഡ്, നീ എന്തിനാ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് നീ കേട്ടതല്ലേ? കുറച്ച് കാശിന്റെ പേരിലാണോ നീ ആ കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ഇതിനു മുന്നേ എത്ര ഡീല് നടത്തിയിട്ടുണ്ട്? അന്നൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ലല്ലോ. എടാ, എന്നെ വിട്ടേക്ക്. അത് ചെറിയ കൊച്ച, 12 വയസ്സേ അതിനുള്ളൂ. എനിക്ക് എൻ്റെ കാശ് കിട്ടണം ആൽവി. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എടാ, അയാള് കാശ് തരാന്ന് പറഞ്ഞതല്ലേ. നീ പിന്നെ എന്തിനാ ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്? മാത്യു, വണ്ടി ഇറക്ക്. എനിക്കെൻ്റെ പുറത്ത് വരെ പോകണം. എന്തെങ്കിലും ചോദിച്ചാൽ വണ്ടി എടുത്തോണ്ട് പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ 2 വാക്കി ഉത്തരം നിന്ന് ബാക്കിയുള്ളവരുടെ വായടപ്പിക്കും. ആൽവി, ഇനി ഇവിടെ എന്നാ നോക്കി നിൽക്കുക? ബാ, പോകാം. அக்கா, எனக்கு கொஞ்சம் ஹெல்ப் பண்ண முடியுமா? പറ കൺമണി, എന്താ വേണ്ടേ? அக்கா, அப்பாவை கொஞ்சம் ஃபோன் பண்ணணும். என்னை பற்றி நினச்சி ரொம்ப கவலைப்பட்டிருப்பான். ப்ளீஸ் அக்கா, கொஞ்சம் கொடுக்க முடியுமா? കൺമണി, ബോസ് വരുന്നുണ്ട്.